ഹായ്, ഞാൻ ഫിദ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഐസ്ക്രീം ട്രീറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീമാണ്, അതിൻ്റെ താഴെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയർ ഉണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് ആവശ്യം ബിസ്ക്കറ്റ്സ് ആണ്. ഞാനിവിടെ 15 ബിസ്ക്കറ്റോളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഉപയോഗിക്കാം. പിന്നെ 55 ഗ്രാം മെൽറ്റഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അടുത്തതായ ആവശ്യം ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. ഞാനിവിടെ ചോക്ലേറ്റ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരം ഫ്ലേവർ ഉപയോഗിക്കാം, എന്തായാലും കുഴപ്പമില്ല. അതുപോലെ ഈ ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. അതേ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ്. എപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ ഫ്രീസ് ചെയ്യാതിരിക്കലാണ് നല്ലത്. കാരണം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലൈനറിലേക്ക് ഒഴിച്ചിട്ട് സ്മൂത്ത് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഫ്രോസൺ ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടുവാണെങ്കിൽ അത് കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ അത് മെൽറ്റ് ആയിക്കോളും. ഇനി അടുത്തതായി നമുക്ക് ഈ ബിസ്ക്കറ്റൊക്കെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സറോ മിക്സറോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് പൗഡർ ആവുന്നിടം വരെ വേണം ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലൊരു അരിപ്പ് സെറ്റ് ചെയ്ത് ഈ ക്രംസ് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫൈനായിട്ട് വേണമെന്നില്ലെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഫൈൻ ആക്കണമെങ്കിൽ മാത്രം അരിച്ചാൽ മതി. എനിക്ക് കുറച്ച് കൂടുതൽ ഫൈനായിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ബാക്കിയുള്ള ക്രംസ് ഞാൻ ഈ സ്പൂൺ വെച്ചൊന്ന് അടിയിലേക്ക് അമക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് തന്നെ പൊടിഞ്ഞ് താഴേക്ക് ചാടിക്കോളും. ഇപ്പോൾ ഈ ക്രംസ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ബിസ്ക്കറ്റും കൊണ്ടും ഇതേപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഫുള്ള് ബിസ്ക്കറ്റ് ഞാനിവിടെ ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ആ ബട്ടർ ഒഴിച്ച് കൊടുക്കുക. ഈ ബട്ടർ ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വയ്ക്കുമ്പോഴാണ് ഈ ബിസ്ക്കറ്റ് കട്ടിയായിരിക്കുന്നത്. അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു വേഫർ ലെയർ പോലെ കിട്ടും. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം താഴേക്ക് അമക്കുമ്പോൾ പാക്കായിരിക്കണം. എങ്കിൽ പിന്നെ നമുക്കിത് കപ്പ് കേക്ക് ലൈനേഴ്സിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ കപ്പ് കേക്ക് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാൻ ആയാലും ചെറിയ ബോക്സ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ കപ്പ് കേക്ക് ലൈനറും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനകത്ത് ഓരോ സ്പൂൺ വീതം ഈ ക്രംസിൻ്റെ മിക്സ്ചറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വേറൊരു കപ്പ് കേക്ക് ലൈനർ എടുത്ത് അതിൻ്റെ മുകളിലൊന്ന് അമക്കി കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഫ്ലാറ്റായി വരാൻ വേണ്ടിയാണിത്. അതാകുമ്പോൾ നല്ലപോലെ പാക്കായി കിട്ടും. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് അമക്കി പാക്ക് ചെയ്തെടുക്കണം. നല്ലപോലെ അമക്കി പാക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും. ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ എല്ലാത്തിലും ഈവനായിട്ട് ഡിവൈഡ് ചെയ്ത് ഇട്ടാൻ വേണ്ടി ഒരു ഐസ്ക്രീം സ്കൂപ്പാണ് ഉപയോഗിക്കുന്നത്. ഐസ്ക്രീം സ്കൂപ്പ് വെച്ചൊന്ന് ഓരോ സ്കൂപ്പ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഐസ്ക്രീം സ്കൂപ്പ് വെച്ച് തന്നെ അതിൻ്റെ ബാക്കും കൊണ്ട് ഒന്ന് ഫ്ലാറ്റനാക്കി കൊടുക്കുന്നുണ്ട് മുകളിൽ. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ മുകളിലൊന്ന് ഫ്ലാറ്റനായി കിട്ടും. അതിനുശേഷം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് സ്പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈനറിൻ്റെ മുകളിലേക്കും കുറച്ച് സ്പ്രിങ്കിൾസ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിനി ഇത് 8 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഈ ഓവർനൈറ്റ് വെച്ചാൽ മതി. അതാകുമ്പോൾ ഇത് നല്ലപോലെ ഫ്രീസായി കിട്ടുന്നിടം വരെ ഒന്ന് വെക്കണം. നല്ലപോലെ ഫ്രീസായി കിട്ടിയതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇത് ഞാനൊരു 8 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചത്. നിങ്ങൾക്ക് നല്ലപോലെ ഫ്രീസായി കിട്ടുന്നിടം വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റാപ്പർ അയച്ച് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ അടിയിൽ ബിസ്ക്കറ്റിൻ്റെ ലെയർ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഐസ്ക്രീമും പിന്നെ സ്പ്രിങ്കിൾസും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബിസ്ക്കറ്റും പിന്നെ ഐസ്ക്രീമും നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.